ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പാഠാവലി സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. ജീവചരിത്രക്കുറിപ്പ്, കഥാപാത്ര നിരൂപണം, ന്യൂഷിയുടെ കഥാപാത്ര നിരൂപണം, ക്രിസ്റ്റഫിൻ്റെ കഥാപാത്ര നിരൂപണം, അങ്ങനെ 2-3 കഥാപാത്ര നിരൂപണങ്ങളും 2 ഡയറി, 2 കത്ത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 100% ഉപയോഗപ്പെടുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 3 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കാണാത്തവർ അത് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ആദ്യം നമുക്ക് ചോദ്യം നോക്കാം. ഒരു ഡയറിയാണ്. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം അല്ലേ? ഡേറ്റ് എഴുതണം, പിന്നെ അന്നത്തെ ദിവസവും എഴുതണം. ഓക്കെ. ആ മഹാപുരോഹിതൻ്റെ വിനയപ്രകടനം വല്ലാത്തൊരു അനുഭവമായിരുന്നു. അന്നേ ദിവസം അഴീക്കോട് എഴുതിയ ഡയറി കുറിപ്പ് എങ്ങനെയായിരിക്കും? മാർപ്പാപ്പയുമായി സുകുമാർ അഴീക്കോട് കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ. അതൊരു ഡയറി കുറിപ്പായിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും എന്തെഴുതണം? തീയതി എഴുതണം, പിന്നെ ദിവസം തിങ്കൾ ചൊവ്വ ഏതെങ്കിലും ഒരു ദിവസം എഴുതാം, പിന്നെ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു അനുഭവം. മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. മാർപ്പാപ്പയോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാനും ആ ചടങ്ങിന് കൃതജ്ഞത പറയാനും അവസരം കിട്ടി. മാർപ്പാപ്പയോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാനും ആ ചടങ്ങിന് കൃതജ്ഞത പറയാനും അവസരം കിട്ടി. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ആ ചടങ്ങിൽ ഞാൻ കൃതജ്ഞത ഇംഗ്ലീഷിൽ എഴുതി വായിക്കുകയായിരുന്നു. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ആ ചടങ്ങിൽ ഞാൻ കൃതജ്ഞത ഇംഗ്ലീഷിൽ എഴുതി വായിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ മാർപ്പാപ്പ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് കൈ തന്നു. കൃതജ്ഞത പറഞ്ഞയാൾക്ക് ഹസ്തദാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായി കാണുകയും അനുഭവിക്കുകയും ചെയ്തു. ആ മഹാപുരോഹിതൻ്റെ വിനയപ്രകടനത്തിനു മുന്നിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന്. മാർപ്പാപ്പയോടൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാനും ആ ചടങ്ങിന് കൃതജ്ഞത പറയാനും അവസരം കിട്ടി. പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ആ ചടങ്ങിൽ ഞാൻ കൃതജ്ഞത ഇംഗ്ലീഷിൽ എഴുതി വായിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ മാർപ്പാപ്പ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് കൈ തന്നു. കൃതജ്ഞത പറഞ്ഞയാൾക്ക് ഹസ്തദാനം ചെയ്യുന്നത് ഞാൻ ആദ്യമായി കാണുകയും അനുഭവിക്കുകയും ചെയ്തു. ആ മഹാപുരോഹിതൻ്റെ വിനയപ്രകടനത്തിന് മുന്നിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു. ഇനി കുറച്ച് ഘടകപദങ്ങളാക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. അതായത് വേർതിരിച്ചെഴുതുക, ഓക്കെ, വിഗ്രഹിച്ചെഴുതുക എന്നൊക്കെ പറയുന്നത്. പൗരാവകാശങ്ങൾ എങ്ങനെ നമുക്ക് വേർതിരിച്ചെഴുതാം? പൗരൻ്റെ അവകാശങ്ങൾ ഘടകപദങ്ങളാക്കാം. പൗരൻ്റെ അവകാശങ്ങൾ. പാനപാത്രം, പാനം ചെയ്യുന്നതിനുള്ള പാത്രം. പാനം ചെയ്യുന്നതിനുള്ള പാത്രം, പാനപാത്രം. സഹോദരി സഹോദരന്മാർ, സഹോദരിയും സഹോദരന്മാരും. പൗരാവകാശങ്ങൾ, പൗരൻ്റെ അവകാശങ്ങൾ. പാനപാത്രം, പാനം ചെയ്യുന്നതിനുള്ള പാത്രം. സഹോദരി സഹോദരന്മാർ, സഹോദരിയും സഹോദരനും. മലയോരം, മലയുടെ ഓരം. ഓക്കെ. ഇനി അടുത്തത് ഒരു ചർച്ചക്കുറിപ്പാണ്, അഭിപ്രായക്കുറിപ്പാണ്. എൻ്റെ 4 മക്കളും അവരുടെ തൊലി നിറത്തിനു പകരം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന നാൾ വരും. മനുഷ്യരെ ഒന്നാക്കുന്നതിന് തടസ്സമായ എന്തെല്ലാം ഘടകങ്ങളാണ് സമൂഹത്തിലുള്ളത്? മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്വപ്നങ്ങൾ ഇപ്പോഴും പ്രസക്തമാണോ? ചർച്ച ചെയ്യുക. അപ്പം മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ജാതി ഭേദം, അതേപോലെ തന്നെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് ദുരിതങ്ങൾ മാർട്ടിൻ ലൂതർ കിങ് അനുഭവിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ സ്വപ്നങ്ങൾ ഇന്നും പ്രസക്തമാണ്? ഇന്നും അങ്ങനത്തെ ജാതിമത വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ 1963 പ്രസംഗം കഴിഞ്ഞ 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്നും കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടില്ല. സമൂഹത്തിലെ എല്ലാ തട്ടിലും കറുത്തവർ അധികാരത്തിലെത്തിയെങ്കിലും തുല്യത ഇന്നും വന്നിട്ടില്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അഭിപ്രായങ്ങൾ ഇന്നും സ്വാഗതാർഹമാണ്, പ്രസക്തവുമാണ്. ബാഹ്യമായുള്ള വിവേചനത്തിന് കുറവ് വന്നിട്ടുണ്ടാകാം, എന്നാൽ ആന്തരികമായ വിവേചനം ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യരെ ഒന്നാക്കുന്നതിനുള്ള പ്രധാന തടസ്സങ്ങൾ നിറം, വർഗം, ജാതി, മതം എന്നിവ തന്നെയാണ്. ഇവയെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് സ്വപ്നം കാണാനേ കഴിയുള്ളൂ.
അപ്പോൾ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും കറുത്തവനെന്നും വെളുത്തവനെന്നും എന്ന വിവേചനം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ആന്തരികമായി മനുഷ്യൻ്റെ മനസ്സുകൾക്കുള്ളിൽ ഇന്നും ആ വേർതിരിവ് നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ 1963 പ്രസംഗം കഴിഞ്ഞ് 50 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇന്നും കറുത്തവനെന്നും വെളുത്തവനെന്നും തമ്മിലുള്ള അന്തരം കുറഞ്ഞിട്ടില്ല. സമൂഹത്തിലെ എല്ലാ തട്ടിലും കറുത്തവർ അധികാരത്തിലെത്തിയെങ്കിലും തുല്യത ഇന്നും വന്നിട്ടില്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അഭിപ്രായങ്ങൾ ഇന്നും സ്വാഗതാർഹമാണ്, പ്രസക്തവുമാണ്. ബാഹ്യമായുള്ള വിവേചനത്തിന് കുറവ് വന്നിട്ടുണ്ടാകാം, എന്നാൽ ആന്തരികമായ വിവേചനം ഇന്നും നിലനിൽക്കുന്നു. മനുഷ്യരെ ഒന്നാക്കുന്നതിനുള്ള പ്രധാന തടസ്സങ്ങൾ നിറം, വർഗം, ജാതി, മതം എന്നിവ തന്നെയാണ്. ഇവയെല്ലാം കൊഴിഞ്ഞു പോകുമെന്ന് സ്വപ്നം കാണാനേ കഴിയുന്നുള്ളൂ. വിവരണക്കുറിപ്പ് എഴുതാനാണ്. ഉത്തര കേരളത്തിൽ പ്രശസ്തമായ തെയ്യങ്ങളിലൊന്നാണ് കരുവന്നൂർ വീരൻ. മന്തപ്പൻ എന്ന ധീരയോദ്ധാവ് കരുവന്നൂർ വീരനായി പരിണമിച്ചത് നിങ്ങൾ വായിച്ചുവല്ലോ. പടയണി എന്ന നാടൻ കലാരൂപത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. നിങ്ങൾ കണ്ട ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ച് വിവരണക്കുറിപ്പ് തയ്യാറാക്കുക. ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് വേറൊരു വിധത്തിലും വരാം. നിങ്ങൾ കണ്ട, നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തിനൊരു കത്തെഴുതുക. അപ്പോൾ സുഹൃത്തിന് കത്തെഴുതാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ എഴുതുക? സ്ഥലവും തീയതിയും എഴുതി പിന്നെ പ്രിയപ്പെട്ട അർജുൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട രാമു അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ തുടങ്ങാം. പിന്നെ ഇത് ഒരു വിവരണക്കുറിപ്പാണ്. അപ്പം മാറ്ററൊക്കെ എന്തായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മൾ കത്തിൽ വേറെ രൂപമായിരിക്കും. കത്തിൽ നമ്മൾ സ്ഥലം, തീയതി, പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ, ഞാൻ ഇങ്ങനെ ഒരു കലാരൂപം കാണാനിടയായി എന്ന് നമ്മൾ ഒരു തുടക്കം അങ്ങനെ ആയിരിക്കണം. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഈ കലാരൂപത്തെക്കുറിച്ചൊക്കെ നമ്മൾ എഴുതിയതിന് ശേഷം നിനക്കും അങ്ങനെ ഒരു കലാരൂപം കാണാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് നേരിൽ കാണാം എന്ന് സ്നേഹപൂർവ്വം ദാമു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു കൺക്ലൂഷനും കൊടുക്കണം. അപ്പോൾ കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അതേപോലെ തന്നെ കൺക്ലൂഷൻ വേണം. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാവർക്കും അറിയാമല്ലോ. കത്തിന് സ്ഥലം, തീയതി, പിന്നെ പ്രിയപ്പെട്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സുഖാന്വേഷണങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങൾ എഴുതുക. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതുക. പിന്നെ കത്ത് അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും നമുക്ക് നേരിൽ കാണാം സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് നമ്മളത് അവസാനിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു വിവരണക്കുറിപ്പാണ്. ഞങ്ങളുടെ നാട്ടിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാനമാണ് മുടിയേറ്റ്. കാളി സേവയുടെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടിയുടെ മുഖ്യ പ്രമേയം ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ്. ഇത് അരങ്ങേറുന്ന അലങ്കരിച്ച പന്തലിൽ ദാരികന്റെ ശിരസറുത്ത് മുടി ചുറ്റി തൂക്കിപ്പിടിച്ച് വേതാളത്തിന്റെ പുറത്തേറി വരുന്ന കാളിയുടെ രൂപമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കത്തിച്ചു വെച്ച നിലവിളക്കിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇതിലെ മുഖ്യ വേഷക്കാർ ഭദ്രകാളി, നാരദൻ, ദാരികൻ, ശിവൻ, ദാനവേന്ദ്രൻ, കാളി എന്നിവരാണ്. സവിശേഷമായ വേഷങ്ങളോടെ ശിവനും നാരദനും ആദ്യം രംഗത്ത് വരും. പിന്നെയാണ് ദാരികന്റെ വരവ്. തുടർന്ന് കാളിയും കോളിയും പുറപ്പെട്ടു. കാളിയും ദാരികനും പോർവിളി നടക്കും. തുടർന്ന് കാളി ദാരിക യുദ്ധമാണ്. ദാരികന്റെ തലയെടുത്ത് കാളി രംഗത്ത് വരുന്നതോടെ അവസാനമായി. അപ്പോൾ മുടിയേറ്റ് എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ഒരു വിവരണമാണ്. അപ്പം എന്താണ്, ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. അപ്പോൾ അത് കാളി സേവയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ് മുടിയേറ്റ്. കാളിയെ സേവിക്കുക എന്നുള്ളതാണ് ഈ മുടിയേറ്റിൻ്റെ ആ ഒരു അനുഷ്ഠാന കലയുടെ മുഖ്യമായ ഉദ്ദേശം. അപ്പം കാളി സേവ നടത്തുക എന്നുള്ള അതിൻ്റെ മുഖ്യ പ്രമേയം എന്താണ്? ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പം മുടിയേറ്റ് എന്ന കലാരൂപത്തിൻ്റെ പ്രധാന ആശയം എന്താണ്? ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ്. ഇതിന് അരങ്ങേറുന്ന അലങ്കരിച്ച പന്തലിൽ ദാരികൻ്റെ ശിരസറുത്ത് മുടി ചുറ്റി തൂക്കിപ്പിടിച്ച് വേതാളത്തിൻ്റെ പുറത്തേറി വരുന്ന കാളിയുടെ രൂപമാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ദാരികൻ്റെ ശിരസ്സറുത്ത് മുടി ചുറ്റി തൂക്കി പിടിച്ച് വേതാളത്തിന് പുറത്തേണ്ടി വരുന്ന ഭദ്രകാളിയുടെ ഒരു ചിത്രമായിരിക്കും പന്തലിൽ ഉണ്ടാവുക. അപ്പോൾ കത്തിച്ച് വെച്ച് നിൽക്കുന്ന നിലവിളക്കിന് മുന്നിലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത്. ഇതിൻ്റെ മുഖ്യ വേഷക്കാരാണ് ഭദ്രകാളി, നാരകൻ, ദാരികൻ, ശിവൻ, ദാനവേന്ദ്രൻ, കാളി എന്നിവരാണ്. അപ്പോൾ സവിശേഷമായ വേഷങ്ങളോടെ ശിവനും നാരദനും ആദ്യ രംഗത്ത് വരും. പിന്നെ ദാരികൻ വരും, പിന്നെ കാളി വരും. അങ്ങനെ കാളിയും ദാരികനും തമ്മിൽ
പോർവിളി നടത്തും. ലാസ്റ്റ് കാളിയും ദാരികനും തമ്മിൽ യുദ്ധമാണ്. അങ്ങനെ എന്താവും, ലാസ്റ്റ് ദാരികൻ്റെ തലയെടുത്തിട്ട് കാളി രംഗത്ത് വരുന്നതോടെ മുടിയേറ്റ് എന്ന കലാരൂപത്തിന് അവസാനമായി. ഇതാണ് മുടിയേറ്റിൻ്റെ ഒരു ആശയം. ഇനി തോറ്റപ്പാട്ടുമായി ബന്ധമുള്ള കലാരൂപം. ഒപ്പന, തെയ്യം, പടയണി. പടയണിയാണ് തോറ്റപ്പാട്ടുമായി ബന്ധമുള്ള കലാരൂപം. ഇനി കതുവന്നൂർ വീരൻ എന്ന പാഠഭാഗത്തിലെ വീരനായകനായ മന്തപ്പനെ ഓർമ്മയില്ലേ? ആയുധം പോയതും ആയുസ് പോയതും എനിക്ക് ഒരുപോലെയാണ്. അരിശം പാരം കൊടിയവനാണ് മന്തപ്പൻ. പൈച്ചാൽ അവന് ദാഹമൊട്ടും പുറത്തുകൂടാ. ഈ സൂചനകളും മറ്റു വിവരങ്ങളും കൂട്ടിച്ചേർത്ത് മന്തപ്പൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ മന്തപ്പൻ്റെ ഒരു സ്വഭാവങ്ങളാണ് ആയുധം പോയാലും ആയുസ് പോയതും എനിക്കൊരുപോലെയാണെന്ന് പറഞ്ഞാൽ എത്രയാണ്, അഭ്യസ്ത വിദ്യയെ അത്രയധികം സ്നേഹിക്കുന്നു, ആയുസ്സിനെക്കാട്ടും സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അരിശം പാരം കൊടിയവനാണ്, കുറച്ച് ദേഷ്യക്കാരാണ്. പൈച്ചാൽ അവന് ദാഹം ഒട്ടും പുറത്തുകൂടാ. വിശക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കുറേ സൂചനകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ആദ്യം നമ്മൾ മന്തപ്പൻ എന്ന ഹെഡിങ് എഴുതുക. ഏറെ കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായി മേത്തള്ളി ഇല്ലത്ത് കുമരപ്പൻ്റെയും പരക്ക ഇല്ലത്ത് ചക്കിയമ്മയുടെയും പുത്രനായിട്ടാണ് മന്തപ്പൻ്റെ ജനനം. അപ്പോൾ ഏറെക്കാലം കുട്ടികളൊന്നും വരിക്കില്ലായിരുന്നു. അപ്പോൾ ദാനധർമ്മം നടത്തിയും വ്രതപൂജകളുടെയും ഫലമായിട്ടാണ് കുമരപ്പനും ചക്കിയമ്മയ്ക്കും ആര് ജനിച്ചത്? മന്തപ്പൻ ജനിച്ചത്. 12 വയസ്സ് വരെ അവൻ കളിച്ചിരിയും കളരിയുമായി കഴിഞ്ഞുകൂടി. 12 വയസ്സ് വരെ അവന് കളിച്ചിരിയും കുട്ടിക്കാലം അങ്ങനെ കടന്നുപോയി, കളരിയുമായി കഴിഞ്ഞുകൂടി. അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി. അതിനിടെ എന്ത് പഠിച്ചു? അസ്ത്രവിദ്യ നല്ലവണ്ണം പഠിച്ചു. അതിൽ അഗ്രഗണ്യനായി, അതിൽ നല്ല എക്സ്പേർട്ടായി. അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി. ആയോധന കലയോട് അടങ്ങാത്ത പ്രതിപത്തിയായിരുന്നു മന്തപ്പനും. അപ്പോൾ ആയോധന കല എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് മന്തപ്പന് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ലേ? ആയോധന കലയോട് അടങ്ങാത്ത പ്രതിപത്തിയായിരുന്നു മന്തപ്പന്. പക്ഷെ എന്താ സംഭവിച്ചത്? അത് തിരിച്ചറിയാനോ അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനോ പിതാവിനായില്ല. അവിടെയാണ് ഈ കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. അത് തിരിച്ചറിയാനോ അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനോ ആർക്കായില്ല? പിതാവിനായില്ല. തൻ്റെ കഴിവിനെ അംഗീകരിക്കത്തിൽ പ്രതിഷേധിച്ച് അവൻ വീട് വിട്ടിറങ്ങി. പിന്നെ എന്താ ചെയ്തത്? അതിൽ പ്രതിഷേധിച്ച് അവൻ വീട് വിട്ടിറങ്ങുകയാണ്. എങ്കിലും ആയോധന കലയോടുള്ള ആഭിമുഖ്യം അവന് ഒളിമങ്ങാതെ കിടന്നു. എന്നാലും ആയോധന കല പിതാവിന് അത്ര ഇഷ്ടമില്ലെങ്കിലും അവന് അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ആയോധന കലയോടുള്ള അവൻ്റെ ആഭിമുഖ്യം അങ്ങനെ അവൻ്റെ മനസ്സിൽ ഒളിമങ്ങാതെ കിടന്നു. ഭാര്യ ചെമ്മരത്തിക്ക് തന്നോട് ഇഷ്ടക്കേടുണ്ട് എന്ന തോന്നൽ അവനെ മാനസികമായി തളർത്തി. എങ്കിലും വീറും വാശിയും അവനിൽ നിന്ന് ചോർന്നു പോയില്ല. ആക്രമണത്തിന് വന്ന കുടകുപടയോട് മന്തപ്പൻ കരുത്തോടെ പോരാടി. അവൻ്റെ കരുത്തിനും കഴിവിനും മുമ്പിൽ മഴപ്പാറ്റകൾ പോലെ ശത്രു സൈന്യം കരിഞ്ഞു വീണു. ശേഷിച്ച ശത്രുക്കൾ അവൻ്റെ ധീരതയിലും അസ്ത്രവിദ്യയിലും അമ്പരന്ന് തിരിഞ്ഞോടി. ഒടുവിൽ മന്തപ്പൻ ശത്രുവിൻ്റെ വാളിന് ഇരയായി. അങ്ങനെ വീരയോദ്ധാവായി മന്തപ്പൻ ജനമനസ്സുകളിൽ ജീവിച്ചു. ഒന്നുകൂടി വായിക്കാം. ഏറെ കാലത്തെ ദാനധർമ്മങ്ങളുടെയും വ്രതപൂജകളുടെയും ഫലമായാണ് മേത്തള്ളി ഇല്ലത്ത് കുമരപ്പൻ്റെയും പരക്ക ഇല്ലത്ത് ചക്കിയമ്മയുടെയും പുത്രനായിട്ടാണ് മന്തപ്പൻ്റെ ജനനം. 12 വയസ്സ് വരെ അവൻ കളിച്ചിരിയും കളരിയുമായി കഴിഞ്ഞുകൂടി. അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി. ആയോധന കലയോട് അടങ്ങാത്ത പ്രതിപത്തിയായിരുന്നു മന്തപ്പന്. അത് തിരിച്ചറിയാനോ അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനോ പിതാവിനായില്ല. തൻ്റെ കഴിവിനെ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അവൻ വീട് വിട്ടിറങ്ങി. എങ്കിലും ആയോധന കലയോടുള്ള ആഭിമുഖ്യം അവനിൽ ഒളിമങ്ങാതെ കിടന്നു. ഭാര്യ ചെമ്മരത്തിക്ക് തന്നോട് ഇഷ്ടക്കേടുണ്ട് എന്ന തോന്നൽ അവനെ മാനസികമായി തളർത്തി. എങ്കിലും വീറും വാശിയും അവനിൽ നിന്ന് ചോർന്നു പോയില്ല. ആക്രമണത്തിന് വന്ന കുടകുപടയോട് മന്തപ്പൻ കരുത്തോടെ പോരാടി. അവൻ്റെ കരുത്തിനും കഴിവിനും മുമ്പിൽ മഴപ്പാറ്റകൾ പോലെ ശത്രു സൈന്യം കരിഞ്ഞു വീണു. ശേഷിച്ച ശത്രുക്കൾ അവൻ്റെ ധീരതയിലും അസ്ത്രവിദ്യയിലും അമ്പരന്ന് തിരിഞ്ഞോടി. ഒടുവിൽ മന്തപ്പൻ ശത്രുവിൻ്റെ വാളിന് ഇരയായി. അങ്ങനെ വീരയോദ്ധാവായി മന്തപ്പൻ ജനമനസ്സുകളിൽ ജീവിച്ചു. പരീക്ഷയ്ക്ക് വരാവുന്ന വേറൊരു ചോദ്യരൂപമാണ് അഭിമുഖ ചോദ്യാവലി. അപ്പം ഇൻ്റർവ്യൂസൊക്കെ എല്ലാവരും കാണുന്നതാണല്ലോ. അപ്പോൾ ഒരു 5 ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വരും. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഏത് മേഖലയിലാണ് പ്രശസ്തൻ, ആ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ പ്രസംഗകലയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഏതെങ്കിലും ഒരു പ്രസംഗകനോട് ചോദിക്കാൻ 4 ചോദ്യങ്ങൾ തയ്യാറാക്കുക. 1. പ്രസംഗം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? അപ്പം പ്രസംഗം
പ്രസംഗം എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കണം അല്ലേ. അല്ലെങ്കിൽ ഒരുപാട് നേരം പ്രസംഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബോറായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചോദിക്കുക, പ്രസംഗം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഇനി പ്രസംഗകൻ വിഷയത്തെ കീഴടക്കുന്നത് എങ്ങനെയാണ്. അപ്പം പ്രസംഗം നല്ല ഉത്തമമാകണമെങ്കിൽ, നല്ല അടിപൊളി പ്രസംഗമാണെന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും, ആ പ്രസംഗത്തിൽ അതിനെ പറ്റിയിട്ട് നല്ല വിഷയത്തിൽ നല്ല ആഴമേറിയ പഠനം നടത്തണം അല്ലേ. അല്ലാണ്ട് വെറുതെ പോയിട്ട് പ്രസംഗിക്കാനൊന്നും പറ്റില്ല. അപ്പം ചോദിക്കുകയാണ്, പ്രസംഗകൻ വിഷയത്തെ കീഴടക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു പ്രസംഗം മികച്ചതാകാനും അത് ശ്രോതാക്കളെ പ്രചോദിപ്പിച്ചും എന്ന് എങ്ങനെ വിലയിരുത്താം. ഇപ്പം നമ്മൾ പ്രസംഗിച്ച് കഴിഞ്ഞ് അത് ആളുകളൊക്കെ അത് കേട്ട് രസിച്ചു എന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താം, അത് ആളുകളുടെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാമല്ലേ. അപ്പോൾ ഒരു പ്രസംഗം മികച്ചതാണെന്നും അത് ശ്രോതാക്കളെ പ്രചോദിപ്പിച്ചു എന്നും എങ്ങനെ വിലയിരുത്താം. ബോറൻ പ്രസംഗമൊക്കെ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഒരു പ്രസംഗം എങ്ങനെ മികച്ചതാക്കാം അല്ലെങ്കിൽ മികച്ചതായി എന്ന് നമുക്ക് എങ്ങനെ വിലയിരുത്താം. പിന്നെ പ്രസംഗന് ഉണ്ടാകേണ്ട ഉത്തമ ഗുണങ്ങൾ എന്തെല്ലാം, പ്രസംഗകന് ഉണ്ടാകേണ്ട ഉത്തമ ഗുണങ്ങൾ എന്തെല്ലാം, അതേപോലെ തന്നെ ഉപേക്ഷിക്കേണ്ട ദോഷങ്ങൾ എന്തെല്ലാമാണ്. അപ്പം നമ്മൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ഹത്യ പാടില്ല, ആരെങ്കിലും പ്രസംഗത്തിൽ വ്യക്തിഹത്യ പാടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രസംഗകലയുമായി ബന്ധപ്പെട്ട ചോദ്യാവലിയാണ്. ഇനി ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യാവലി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ. ഇനി അടുത്തത് അഭിപ്രായക്കുറിപ്പ്, സ്വന്തം അഭിപ്രായം എഴുതാനാണ്. വേർതിരിവുകളില്ലാത്തൊരു സമൂഹമാണോ വർത്തമാനകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങളുടെ അഭിപ്രായം എഴുതുക. അപ്പോൾ നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇന്ന് വേർതിരിവുകളില്ലാത്തൊരു സമൂഹമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായ കുറിപ്പാണ്. സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിലാണ് ജാതീയവും വർഗപരവും വർണ്ണപരവുമായ വിവേചനങ്ങൾ കൂടുതൽ നിലനിൽക്കുന്നത്. സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിലാണ്, പിന്നോക്കാവസ്ഥയിലുള്ള സമൂഹങ്ങളിലാണ് ജാതീയവും വർഗീയപരവും വർണ്ണപരവും വിവേചനങ്ങൾ കൂടുതൽ നിലനിൽക്കുന്നത്. അപ്പോൾ വേറെ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ജാതീയ വിവേചനമൊന്നും ഇല്ല എന്നല്ല, പക്ഷെ കൂടുതലും കാണപ്പെടുന്നത് പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങളിലാണ്. ഇത് സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ പല പ്രദേശങ്ങളിലും ഇന്ന് വർദ്ധിച്ചു വരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അസമത്വങ്ങൾ പലപ്പോഴും സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് ഇന്ന് വാർത്തയാണ്. ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിൽ കഴിയുന്നവരെയും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് എന്ന് അവകാശപ്പെടാൻ പറ്റൂ. ഇനി അടുത്തൊരു വാഗ്മയ ചിത്രമാണ്. ചിലപ്പോൾ വാഗ്മയ ചിത്രം വരാം, അതും വരാവുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ്. ചിത്രപ്പണികളുള്ള വാതിൽ തുറന്ന് പത്നിയാലും പരിചാരകലാലും പരിസേവിതനായി നടന്നു വരുന്നു സാക്ഷാൽ ശിവാജി ഗണേശൻ. അപ്പോൾ ഇതാരെ പറ്റിയുള്ള ഒരു വാഗ്മയ ചിത്രമാണ്, ശിവാജി ഗണേശൻ്റെ ഒരു വാഗ്മയ ചിത്രമാണ്. ഇതെവിടെയാണ്, CV ബാലകൃഷ്ണൻ്റെ അരങ്ങുണരുന്നു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ CV ശിവാജി ഗണേശൻ്റെ വാഗ്മയ ചിത്രം തയ്യാറാക്കിയതാണ്. വെളുത്ത കഥ ഷർട്ടും മുണ്ടും, നെറ്റിയിൽ ഭസ്മക്കുറി, നരവീണ മുടിയും താടിയും, കഴുത്തിൽ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് തയ്യാറാക്കിയ ശിവാജി ഗണേശൻ്റെ വാഗ്മയ ചിത്രമാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ വാഗ്മയ ചിത്രം എഴുതൂ. അപ്പം നമുക്ക് തകഴി ശിവശങ്കർ പിള്ളയുടെ വാഗ്മയ ചിത്രം എഴുതാം. പ്രശസ്ത എഴുത്തുകാരനായ തകഴി ശിവശങ്കർ പിള്ളയുടെ വാഗ്മയ ചിത്രം നൽകിയിരിക്കുന്നു. അല്പം മുന്നോട്ട് വളഞ്ഞ ശരീരപ്രകൃതം, കുറ്റി തലമുടി, മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ, മൊത്തത്തിൽ ഒരു കർഷകൻ്റെ ലുക്ക്, വളരെ സരസമായ സംസാരം. അപ്പോൾ വാഗ്മയ ചിത്രങ്ങൾ കുറച്ച് വേർഡ്സിൽ ഒതുങ്ങണം, പക്ഷേ അവരെ പറ്റിയിട്ട് നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. അപ്പോൾ എന്താണ്ട് വലിയ സെൻറ്റൻസിലൊന്നും എഴുതണ്ട, ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ ഒതുക്കണം. അല്പം മുന്നോട്ട് വളഞ്ഞ ശരീരപ്രകൃതം, കുറ്റി തലമുടി, ക്യാപ്ഷൻസ് ആയിട്ട് മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ, മൊത്തത്തിൽ ഒരു കർഷകന്റെ ലുക്ക്, വളരെ സരസമായ സംസാരം. ഇനിയും 1-2 കഥാപാത്ര നിരൂപണവും ഡയറി എഴുത്തും കത്തൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.